കാട്ടൂർ മുനിയത്തെ താൽക്കാലിക ബണ്ട് തകർന്നു. മഴ മൂലം കരുവന്നൂർ പുഴയിലുണ്ടായ ഒഴുക്കിലാണ് ഉച്ചതിരിഞ്ഞ് ബണ്ട് തകർന്നത്. ഇടബണ്ട് നിർമ്മാണത്തിലെ ജനങ്ങളുടെ ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു. കാലപ്പഴക്കം ചെന്ന മുള ഉപയോഗിച്ചായിരുന്നു താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നതെന്നായിരുന്നു പ്രദേശവാസികളുടെ ആരോപണം. കോൾ മേഖലയിൽ കനോലി കനാലിൽ നിന്ന് ഓരുവെള്ളം കയറാതിരിക്കാനാണ് കരുവന്നൂർ പുഴയും കനോലി കനാലും സംഗമിക്കുന്ന മുനയം ഭാഗത്ത് വർഷാവർഷങ്ങളിൽ ലക്ഷങ്ങൾ ചെലവിട്ട് താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത്. ഇവിടെ സ്ഥിരം ബണ്ട് നിർമ്മിക്കണമെന്നത് നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ്. ബണ്ട് പൊട്ടിയതറിഞ്ഞ് കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ലതയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചു. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് നേരത്തെയും ഇവർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ബണ്ട് നിർമ്മാണത്തിൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക സ്ഥലം MLA കൂടിയായ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും TV ലത പറഞ്ഞു. വൈസ് പ്രസിഡന്റ് VM കമറുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഷീർ, വാർഡ് അംഗം വിമല സുഗുണൻ എന്നിവരും പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. സംഭവത്തിൽ BJP കാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയും രംഗത്ത് വന്നിട്ടുണ്ട്. മുനയം താൽക്കാലിക ബണ്ട് പഴയ മുളകൾ ഉപയോഗിച്ച് നിർമ്മിച്ചത് മൂലം ബലക്ഷയം കൊണ്ട് ബണ്ട് പൊട്ടുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം നടത്തി അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് BJP കാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ പണി തുടങ്ങിയപ്പോൾ വ്യാപകമായ പരാതി നാട്ടുകാർ ഉന്നയിച്ചിരുന്നതാണ്. ഇതെല്ലാം മറച്ചുവെച്ച് അധികൃതർ ഒത്താശ ചെയ്തത് മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് BJP കുറ്റപ്പെടുത്തി. BJP പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ഷെറിൻ, ജനറൽ സെക്രട്ടറി സുചി നിരോലി, മണ്ഡലം കമ്മിറ്റി അംഗം ധനേഷ്, രാജീവ് വേങ്ങശ്ശേരി, ആശിഷ T രാജ്, സുലത ജനാർദ്ദനൻ, വിൻസെന്റ് ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു.